പ്രധാന വാർത്തകൾ. പുനർജനി കേസിൽ വി.ഡി. സതീശനെതിരെ ഇ.ഡിയുടെ പ്രാഥമിക അന്വേഷണം. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചോ എന്ന് പരിശോധിക്കും. വിജിലൻസ് കേസിലെ വിവരങ്ങൾ ശേഖരിച്ച് ഇ.ഡി. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറെന്ന് വി.ഡി. സതീശൻ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് മർദ്ദനം. ആക്രമണം വനിതാ ഡോക്ടറെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിന്. 2 പേർ അറസ്റ്റിൽ. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ. കണ്ണൂർ സർവകലാശാലയിലെ പ്രിയ വർഗീസിന്റെ നിയമനത്തിലെ ഹൈക്കോടതി വിധിക്കെതിരെ എതിർ കക്ഷികൾ സുപ്രീം കോടതിയിലേക്ക്. ഹർജിക്കാരനായ സക്കറിയ തോമസിനൊപ്പം UGCയും. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാമെന്ന് UGCക്ക് നിയമോപദേശം. തൃക്കാക്കര നഗരസഭയിൽ ഭരണമാറ്റത്തിന് സാധ്യത. UDFനെ പിന്തുണച്ചിരുന്ന വിമത കൗൺസിലർമാർ LDFനെ പിന്തുണയ്ക്കും. പിന്തുണ പിൻവലിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന്. കോഴിക്കോട് ക്വാറി നടത്തിപ്പിനായി 2 കോടി രൂപ ആവശ്യപ്പെട്ട് CPIM ബ്രാഞ്ച് സെക്രട്ടറി. മങ്കയം ബ്രാഞ്ച് സെക്രട്ടറി VM രാജീവിന്റെ ശബ്ദ സംഭാഷണം പുറത്ത്. എന്നോട് അനൂക്ക് അങ്ങനെ സൂചിപ്പിച്ചു. അന്ന് രാജീവേട്ടൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് സംസാരിച്ചു, അങ്ങനെ ഒരു 2CRന് ആ വീടും ഇതും വാങ്ങണം എന്നുള്ള ആംഗിൾ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ കമ്പനിയിൽ അത് അവതരിപ്പിക്കണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ മക്കളോട് പറഞ്ഞാൽ നമുക്ക് സമയം എടുത്ത് ചെയ്യാം. നമുക്കത് ഉറപ്പ് കിട്ടിയാൽ എന്താ പറയുക, ഈ എമൗണ്ട് 2 കോടി എന്നുള്ള വലിയൊരു തുകയാണ്. നമ്മൾ സാധാരണ ഒരു വീടും സ്ഥലം വാങ്ങണ പോലെ ചെറിയൊരു കാര്യമല്ല. ഇപ്പൊ രാജീവിനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കും. ബാലസോർ ട്രെയിൻ ദുരന്തത്തിന് കാരണം സിഗ്നലിംഗ് പിഴവെന്ന് അന്വേഷണ റിപ്പോർട്ട്. ട്രാക്ക് അറ്റകുറ്റപ്പണിക്ക് ശേഷം സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചില്ല. അപകടത്തിൽ നടപടി. സൗത്ത് ഈസ്റ്റേൺ ജനറൽ മാനേജർ അർച്ചന ജോഷിയെ സ്ഥലം മാറ്റി.